പെണ്ണായിട്ട് വീട് വിട്ടിറങ്ങിയവൾ ആണായി തിരിച്ചു വന്നതിൻ്റെ ആഘോഷം എന്നൊക്കെ മാളു വന്ന് പായസമായിട്ട് വന്ന ദിവസം വിപി സങ്കടപൂർവ്വം പറഞ്ഞല്ലോ. ഓ, അതാണോ കാര്യം? അല്ല, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അത് ശരിയല്ലേ? ആഘോഷിക്കാൻ ഇതൊക്കെയാണോ ഒരു കാരണം? മറ്റുള്ളവർക്ക് അതൊരു ആഘോഷമാണെങ്കിലും അപ്പൂനെ പ്രസവിച്ചത് എനിക്കോ അവൾക്ക് ജന്മം കൊടുത്ത എനിക്കോ അത് ആഘോഷിക്കാൻ പറ്റുമോ ഗീത? അപ്പൊ സ്വാഭാവികമായും എന്റെ നിരാശ ഞാൻ എക്സ്പ്രസ് ചെയ്തു. അതിലെന്താണ് തെറ്റ്? ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. മാളുവിന്റെ സന്തോഷം ഗീതയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയോ? എനിക്കിപ്പോഴും പറ്റിയിട്ടില്ല. പറ്റുന്നതായി ഞാൻ അഭിനയിക്കായിരുന്നു എന്റെ മോളുടെ സന്തോഷത്തിന് വേണ്ടി. എന്തിനെ അഭിനയം? വിപി സന്തോഷത്തോടെയാണ് അപ്പുനെ സ്വീകരിച്ചതെങ്കിൽ അത് 100% ആത്മാർത്ഥമായിട്ടായിരിക്കണം. ആത്മാർത്ഥമായിട്ട് തന്നെയാണെന്ന് തോന്നേണ്ടവർക്ക് തോന്നിയിട്ടുണ്ട്. ഇനി അതിന്റെ പേരിൽ താനായിട്ട് ഇവിടെ ഇഷ്യൂ ഉണ്ടാക്കാൻ നോക്കരുത്, കേട്ടല്ലോ? വിപി, എന്താ? എന്തു വേണം? വിപി മുരളിയെ കണ്ടിരുന്നോ? ആ, കണ്ടിരുന്നു. മുരളി എനിക്ക് തന്ന കാശ് വിപിയോട് തിരിച്ചു കൊടുക്കാൻ ആരാ പറഞ്ഞത്? ഞാൻ ആവശ്യപ്പെട്ടിട്ടാണോ വിപി ആ കാശ് മുടക്കിയത്? മറ്റുള്ളവരുടെ സഹായമായിരുന്നു വാങ്ങി വരുമാനത്തിന് വകയുണ്ടാക്കാൻ. ഗീതാലക്ഷ്മിയുടെ ഭർത്താവ് അകാലത്തിൽ മരിച്ചിട്ടൊന്നുമില്ല. ഭർത്താവായ ഞാൻ നട്ടലിനുറപ്പോടെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയോ കുഞ്ഞോ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് അഷ്ടയ്ക്ക് വകയുണ്ടാക്കുന്നത് എൻ്റെ അഭിമാനത്തെയാണ് ബാധിക്കുന്നത്. അതുമാത്രമല്ല, ഭാര്യ ഉണ്ടാക്കി വെച്ച കടം ഭർത്താവല്ലേ വീട്ടേണ്ടത്. അതുകൊണ്ട് അത് തിരിച്ചു കൊടുത്തു. എന്താ, തനിക്കത് കുറച്ചിലായോ? അതെ, വിപി മുരളി അശ്വതിയും അക്ഷരാർത്ഥത്തിൽ ഇൻസൾട്ട് ചെയ്യുക തന്നെയായിരുന്നു. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. പക്ഷെ എനിക്ക് എങ്ങനെയാ തോന്നിയത്? ഞാൻ അവരുടെ മുന്നിൽ സഹായമായിരുന്നു പോയതൊന്നുമല്ല. ഇങ്ങനൊരു സംരംഭം തുടങ്ങുന്നു പറഞ്ഞപ്പോ അവരാൽ കഴിയുന്ന സഹായം എനിക്ക് ഓഫർ ചെയ്യായിരുന്നു. അങ്ങനെ മറ്റുള്ളവരുടെ സഹായത്തിൽ താനൊരു ബിസിനസ് സംരംഭകയാവുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ ഡിഗ്നിറ്റിയാണ് അത് ബാധിക്കുന്നത്. വിപി എന്റെ ബിസിനസിന് വേണ്ടി ചില്ലി കാശ് മുടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതെ, പറഞ്ഞു. പക്ഷെ എൻ്റെ ഭാര്യ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്നും പറഞ്ഞില്ലേ? അപ്പൊ വിപിയുടെ കയ്യിൽ എനിക്ക് വേണ്ടി മുടക്കാൻ കാശില്ലെന്ന് പറഞ്ഞതോ? അത് ശരി. ഞാൻ മുടക്കിയത് തനിക്ക് നാണക്കേടായെങ്കിൽ മുരളിക്ക് അശ്വതിക്കും കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ കുറച്ചേ എനിക്ക് തിരിച്ചു തന്നാൽ മതി. സോറി, ആ ഔദാര്യം വേണ്ട. വിപിക്ക് ഞാനിപ്പോൾ 5 ലക്ഷം രൂപ കടക്കാരിയല്ലേ. 1 മണിക്കൂർ സമയം തരും, ഞാനത് വീട്ടിയേക്കാം. വിപിയുടെ കാശ് കൊണ്ട് എനിക്കിനി ആ പാർലർ തുടങ്ങണമെന്നില്ല. 1 മണിക്കൂറിനുള്ളിൽ വിപിയുടെ അക്കൗണ്ടിൽ മുരളിക്ക് കൊടുത്ത കാശ് ക്രെഡിറ്റ് ആവും. ഞാനൊന്ന് പുറത്തു പോവും. വിപിയുടെ ഉണ്ടാവുമല്ലേ? വിപിയുടെ പ്രവൃത്തി മുരളി അശ്വതിയെ എത്രമാത്രം ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. പാവം, മാളുവിനൊരു ഇൻസൾട്ടായിരുന്നെന്ന് തോന്നുമായിരിക്കും. അവർക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തെറ്റു പറയാനാവില്ലല്ലോ മാഡം. ഇങ്ങനൊരു സഹായം അവർ മനസ്സറിഞ്ഞ് ചെയ്യുമ്പോൾ ഒരു വശത്ത് മാഡം അത് സ്വീകരിക്കുകയും മറുവശത്ത് പണിക്കർ സാർ അത് മടക്കി നൽകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർക്കത് വിഷമാവും. പിന്നെ ഒരാശ്വാസം, സാറിൻ്റെ ഒരു രീതി അവർക്കാർക്കും ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാ. വിപി ഇങ്ങനൊരു സാഹസത്തിന് തയ്യാറാവുമെന്ന് അല്പമെങ്കിലും സൂചന എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനായിട്ട് തന്നെ വിപി അതിൽ നിന്ന് വിലക്കിയെന്നെ. തൽക്കാലം കാശിന്റെ സോഴ്സ് വിപിയെ അറിയിക്കേണ്ടെന്ന് മുരളി കൂടെ പറഞ്ഞിട്ടാ ഞാൻ അതേപ്പറ്റി വിപിയോട് നേരിട്ട് പറയാത്തത്. ഇനിയിപ്പോ ഞാൻ എങ്ങനെ അവരെ ഫേസ് ചെയ്യും? അങ്ങനെ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട മാഡം. മാഡത്തിന്റെ ഭാഗത്തു നിന്ന് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അവർക്കും ബോധ്യമുള്ള കാര്യമാണല്ലോ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേപ്പറ്റി ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത്, പണിക്കർ സാറിനോട് പിണങ്ങി മാഡം ഈ സംരംഭത്തിൽ നിന്ന് പിന്നോട്ട് പോരുതെന്നാണ്. തീരുമാനിച്ചിറങ്ങി കഴിഞ്ഞ സ്ഥിതിക്ക് അതുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കെട്ടിടത്തിന് അഡ്വാൻസ് കൊടുത്ത് ഡീൽ ഉറപ്പാക്കിയതല്ലേ, ഇനി അത് വേണ്ടെന്ന് വെക്കുന്നത് മോശമാണ്.
നന്ദന്റെ കെയർ ഓഫിലായതുകൊണ്ട് നന്ദനും അത് ബുദ്ധിമുട്ടാവുമല്ലേ? എന്ത് ചെയ്യാനാ, എൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. സഹായിക്കാൻ മനസ്സുള്ളവർ കൂടി ഞാൻ കാരണം ബുദ്ധിമുട്ടുകയോ ചീത്തപ്പേര് കേൾക്കുകയോ വേണ്ടി വരും. അയ്യോ, എൻ്റെ കാര്യം വിട്ടേക്ക് മാഡം, ഞാനതല്ല ഉദ്ദേശിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ മാഡം ഈ ബിസിനസ്സിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ അഡ്വാൻസിന് മുടക്കിയ കാശ് ചെല്ലി പൈസ കുറയാതെ തിരിച്ചു വാങ്ങാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ബ്രോക്കറേജ് ഉൾപ്പെടെ. അതൊന്നും വേണ്ട. ബിൽഡിംഗ് ഓണർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കാശ് കിട്ടിയാൽ മതി നന്ദൻ. മാഡം ഇപ്പോഴും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? പണിക്കർ സാറിനോടുള്ള വാശിക്ക് വിജയിക്കാൻ എല്ലാ സാധ്യതയുള്ള ഒരു പ്ലാനിൽ നിന്ന് പിന്മാറുകയാണോ? നമുക്കൊന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഇല്ല നന്ദൻ, ഇതിന് ആലോചിക്കാനൊന്നുമില്ല. പിന്നെ പണിക്കർ സാറിൻ്റെ ആ കാശ് തിരിച്ചു കൊടുക്കുന്നതോടെ മാഡത്തിന് മുന്നിൽ പ്രത്യേകിച്ച് ലക്ഷ്യമില്ലാതാവുമല്ലേ? ഇനി പാർലറിന് പകരം മറ്റെന്തെങ്കിലും തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ അതിനും ഇൻവെസ്റ്റ്മെന്റ് വേണമല്ലോ. ചെറിയ മുടക്കിൽ തുടങ്ങാവുന്ന എന്തെങ്കിലും ആലോചിക്കാമെന്ന് വെച്ചാൽ ബ്രൈഡൽ വർക്ക് മാത്രമല്ല എനിക്കറിയാവുന്നത്, അത്യാവശ്യം നന്നായി ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്യാൻ പറ്റും. മുമ്പ് കുറച്ചു കാലം ആ വർക്ക് ചെയ്തിട്ടുണ്ട്. പരിചയക്കാരുടെ കൂട്ടത്തിൽ 1-2 പബ്ലിഷേഴ്സ് ഉണ്ട്. അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കണം. അതാവുമ്പം വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരു സൗകര്യമുണ്ട്. ശരി, മാഡത്തിൻ്റെ ഇഷ്ടം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. തീർച്ചയായിട്ടും ഞാൻ വിളിക്കാം. പോട്ടെ. അമ്മ എവിടെ പോയതാ? ഞാൻ ആ ബാങ്ക് വരെ ഒന്ന് പോയി. എന്താ, ലോൺ വല്ലതും നോക്കുന്നുണ്ടോ? ഇരുന്ന എൻ്റെ ഓർണമെന്റ്സ് എല്ലാം കൂടി ഒന്ന് പ്ലെഡ്ജ് ചെയ്യാൻ പോയതാ. എന്തുപറ്റി? പാർലർ തുടങ്ങാനുള്ള കാശ് തികഞ്ഞില്ലേ? എന്താ അമ്മേ, എന്താ പ്രശ്നം? പറയുമ്പോൾ നീ എന്നെ വഴക്ക് പറയരുത്. എന്താന്ന് വെച്ചാൽ കാര്യം പറയാമേ. ഞാൻ എന്തിനാ അമ്മയെ വഴക്ക് പറയുന്നേ? അല്ല, മാളും നന്ദനൊക്കെ ശരിക്കും ധൈര്യം തന്നിട്ടാ ഞാൻ സ്വന്തമായിട്ടൊരു പാർലറിനെ കുറിച്ച് ചിന്തിച്ചത്. ആ, അതിപ്പോ ഏകദേശം സെറ്റായില്ലേ? ബിൽഡിംഗ് എടുത്തു, ഇനിയിപ്പോ എക്യുപ്മെന്റ്സ് കൂടി വന്നാൽ മതിയല്ലോ. അതല്ല അപ്പു, ഞാൻ തൽക്കാലം അത് വേണ്ടെന്ന് വെക്കുക. വേണ്ടെന്ന് വെക്കേ? എന്താ അമ്മ ഈ പറയുന്നേ? എന്തിനിപ്പോ അങ്ങനെ ചിന്തിക്കുന്നേ? എന്തോ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോഴും എൻ്റെ കോൺഫിഡൻസ് ലെവൽ വല്ലാതെ കുറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ പ്രൊപ്പറേറ്റർ സ്ഥാനത്തിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. ഇതുവരെ കൊണ്ടെത്തിച്ചിട്ട് അത് ഡ്രോപ്പ് ചെയ്യാനോ? നോ, ഒന്നും വേണ്ട. അങ്ങനെയല്ല അപ്പു, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ട്രെൻഡിനും സ്റ്റൈലിലും ഒക്കെ അനുസരിച്ച് അപ്ഡേറ്റ് ആവാൻ എനിക്ക് കഴിയുമോ എന്നുള്ള ടെൻഷനുണ്ട്. അതുകൂടാതെ ഇത് റൺ ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ നൂലാമലകളും എങ്ങാനും നമ്മുടെ കയ്യിൽ നിൽക്കാതെ വന്നാൽ വീണ്ടും ചുമലിൽ അത്രയും ലയബിലിറ്റി കൂടി ആവില്ലേ? അങ്ങനെ എല്ലാ വശവും ചിന്തിച്ചപ്പോൾ അതിഭീകരമായ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. എന്നാൽ പിന്നെ കൈയോടെ തന്നെ പിന്മാറിയേക്കാന്ന് വെച്ചു. ഇതൊരു നല്ല ബിസിനസ് പേഴ്സണാലിറ്റിയുടെ ലക്ഷണമല്ല. അല്ല, അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ വിസിൽ മുഴങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചത്. വയ്യപ്പൂ, ഇനി ആ ഒരു റിസ്ക് കൂടെ വയ്യ. ഞാനങ്ങനെ ഫുള്ളായിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാൻ ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? പാർട്ട്ണർഷിപ്പിലല്ല അപ്പൂ, ഞാൻ ഏതെങ്കിലും നല്ലൊരു പാർലറിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്താലോ എന്ന് ആലോചിക്കാം. അതാവുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും പറ്റും, പിന്നെ കുറച്ചൊക്കെ എക്സ്പീരിയൻസും ആവുമല്ലോ. ഒരു കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ തുടങ്ങുന്നതിനെ കുറിച്ച് നമുക്ക് വീണ്ടും ആലോചിക്കാം. സ്റ്റാഫ് ആവുന്നതൊക്കെ ഒരുപാട് തലവേദന പിടിച്ച പണിയമ്മ. പിന്നെ അവരുടെ സൗകര്യത്തിന് വരാൻ പോവൊക്കെ വേണ്ടേ? ഇതാവുമ്പോ സ്വന്തം സ്ഥാപനം, സ്വന്തം താല്പര്യം. വേണ്ടാന്ന് തോന്നുമ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ആവാലോ. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ ഞാനിപ്പോൾ മെന്റലി പ്രിപ്പയർഡ് അല്ല, അതാണ് സത്യം. എന്താ രണ്ടുപേരും കൂടി കാര്യമായ ചർച്ചയിലാണല്ലോ. എൻ്റെ അഡ്വൈസ് വല്ലതും വേണോ? വേണമായിരുന്നു, പക്ഷെ തീരുമാനം എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. തീരുമാനം എടുത്തുന്നോ? അത് ഞാൻ അറിയുന്നതിൽ വിരോധമുണ്ടോ? അമ്മ ഇപ്പൊ പാർലർ തുടങ്ങുന്നില്ലെന്നാ പറയുന്നത്. തുടങ്ങുന്നില്ലെന്നോ? അതെന്താ പെട്ടെന്ന് അങ്ങനെ ഡിസിഷൻ? അമ്മയ്ക്ക് കോൺഫിഡൻസ് ഇല്ലെന്ന്.
അതൊരു മോശം തീരുമാനമാണെന്ന് കേൾക്കുന്നവർക്ക് ആദ്യം തോന്നും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു നല്ല ഡിസിഷനാണ്. കോൺഫിഡൻസ് ഇല്ലാതെ ഒന്നിനും ഇറങ്ങി പുറപ്പെടരുത്. അത് ബിസിനസ്സിലൊരു ബേസിക് തിയറിയാണ്. എന്നുവെച്ച് ബിൽഡിങ്ങിന് അഡ്വാൻസ് വരെ ആയതല്ലേ? നെക്സ്റ്റ് മന്ത് ആദ്യം പാർലർ ഉദ്ഘാടനം ചെയ്യാമെന്ന് വരെ തീരുമാനിച്ചല്ലേ? ദാറ്റ് ഡസന്റ് മാറ്റർ. ഒരു ബിൽഡിംഗ് എടുത്തുകൊണ്ട് മാത്രം പാർലർ ആവില്ലല്ലോ. ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ ഇനിയും ഉണ്ടായിരുന്നല്ലേ. ശക്തമായൊരു കോൺഫിഡൻസ് ലെവൽ വന്നിട്ട് സ്വന്തമായൊരു ബിസിനസിനെ കുറിച്ച് ആലോചിക്കുന്നതാണ് ഗീതയ്ക്ക് നല്ലത്. അതെ, അതിനെയാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ അതുവരെ ഞാൻ ഏതെങ്കിലും പാർലറിൽ സ്റ്റാഫായിട്ട് പോകാൻ തീരുമാനിച്ചു. അമ്മ ഇത് മാളുവിനോട് പറഞ്ഞോ? ഇല്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പോ മാളിനോട് നീ ഇതിപ്പോ പറയണ്ട, അവൾക്ക് സങ്കടമാവും. അതെ, എനിക്കൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസും ഇല്ല. തുടങ്ങിയാൽ വിജയിക്കുമെന്ന് ഉറപ്പുമായിരുന്നു. Then why? എന്തിനത് ഡ്രോപ്പ് ചെയ്യണം? BP ദാനം തന്ന കാശുകൊണ്ട് അത് തുടങ്ങണ്ടെന്ന് വെച്ചു. കാരണം അഥവാ അത് ഫെയിലിയർ ആയാൽ BP ഞാൻ ആൻസറബിൾ ആവണ്ടേ. അതുകൊണ്ട് മൊബൈലിലെ മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്തോ. ക്യാഷ് അക്കൗണ്ടിൽ തിരിച്ചു കയറിയതിൻ്റെ അലേർട്ട് ഉണ്ടാവും. എന്താ അപ്പോ? എന്താ നീ പെട്ടെന്ന് മൂഡ് ഓഫ് ആയത്? ഞാൻ അമ്മയുടെ കാര്യം ആലോചിച്ചതാണ്. അമ്മയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ആ മേക്ക് ഓവർ സ്റ്റുഡിയോ. അതിനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിട്ടും ഈ ലാസ്റ്റ് മിനിറ്റിൽ അമ്മ എന്തിനാ പിന്മാറിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ബലമായ സംശയം BP-യുമായി എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തന്നെയാ. എന്റെ മുന്നിൽ രണ്ടുപേരും അത് മറച്ചു വെച്ച് അഭിനയിക്കാൻ തോന്നുന്നു. മാളു, ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയോ? നീ അറിയാതെ അങ്കിളും ആന്റിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നല്ലേ നീ ചോദിക്കാൻ പോകുന്നത്? അതെ. അമ്മ അതേപ്പറ്റി എപ്പോഴെങ്കിലും നിന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടോ? അപ്പോ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം. പക്ഷെ ഒരു ഉറപ്പ് നീ എനിക്ക് തരണം. ഞാനിത് പറഞ്ഞു എന്ന് വെച്ച് ഒരിക്കലും നീ ഇത് പോയി അങ്കിളിനോട് ആന്റിയോട് ചോദിക്കാൻ നിൽക്കരുത്. ഇല്ല, കാര്യം എന്താന്ന് വെച്ചാ പറ. അങ്ങനെ വെറും ഒരു ഉറപ്പ് പോരാ. പറയില്ലെന്ന് പറഞ്ഞാൽ പറയില്ല. ഇനിയിപ്പോ എന്താ വേണ്ടേ? നിന്നെ കൊണ്ട് സത്യം ചെയ്യണോ? അതൊന്നും എനിക്ക് പറ്റില്ല. നീ പറയുന്നുണ്ടെങ്കിൽ പറ. ഓക്കെ, നിന്നെ വിശ്വസിച്ച് ഞാൻ പറയാം. സത്യം പറഞ്ഞ ആന്റി ഇങ്ങനെ ഒരു പാർലർ തുടങ്ങാൻ ആലോചിച്ചത് തന്നെ ഒരു ഇൻസൾട്ടിന്റെ പേരില. ഇൻസൾട്ടോ? ആന്റിയുടെ പേരിലുള്ള FD നിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ആന്റി ട്രാൻസ്ഫർ ചെയ്തില്ലേ? അത് വളരെ വൈകിയ BP അങ്കിൾ അറിഞ്ഞത്. അതിന്റെ പേരില് അവർ തമ്മിൽ സംസാരം ഉണ്ടായി. ഫണ്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പോ അത് നിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്തു എന്ന് ആന്റി പറഞ്ഞു. അങ്കിളിനോട് ചോദിക്കാതെ അങ്ങനെ ചെയ്തത് അങ്കിളിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതിന്റെ പേരില് അവർ തമ്മിലൊരു സംസാരം ഉണ്ടായി. സേവിങ്സ് ഒന്നുമില്ലാതെ എങ്ങനെ ജീവിക്കുന്നോ മറ്റോ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്കിള് ചോദിച്ചു. ശരിക്കും പറഞ്ഞാ അത് ആന്റിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. അങ്ങനെയാ ആന്റി സ്വന്തമായിട്ട് എന്തെങ്കിലും ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആലോചന തുടങ്ങിയത്. ദേ പിന്നെ ഇതൊക്കെ ആന്റി എന്നോടുള്ള വിശ്വാസം കൊണ്ട് പറഞ്ഞതാ. ഇനി ഞാനിത് നിന്നോട് പറഞ്ഞ് നീ അത് അവിടെ ചെന്ന് ചോദിച്ച് പ്ലീസ് അപ്പോ ഇതൊരു ഇഷ്യൂ ആക്കുകയോ ചെയ്യരുത്. ഇല്ല മാളു, നിന്നോട് ഞാൻ വാക്ക് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ടെൻഷൻ? ആന്റിയുടെ കാര്യത്തില് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോ? പാർലർ തുടങ്ങുന്നില്ല എന്നത് ആന്റിയുടെ ഒരു മണ്ടൻ തീരുമാനമാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ആന്റിയെ കൊണ്ട് ആ തീരുമാനം ഒന്ന് തിരുത്തിക്കണം. സ്വന്തമായി പാർലർ തുടങ്ങാതെ മറ്റാരുടെയെങ്കിലും സ്ഥാപനത്തിൽ അമ്മ സ്റ്റാഫായി പോകുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. അത് തന്നെയാ എന്റെ അഭിപ്രായം. ഞാനും അത് ആന്റിയോട് പറയാനിരിക്കുക. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ
രണ്ടുപേരും ഇപ്പൊ നാടകം കളിക്കാൻ എന്റെ മുമ്പില്. ഞാൻ പറഞ്ഞില്ലേ മാളു, എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചതിലും തിരിച്ചു കൊണ്ടുവന്നതിലും ബിപിക്കും അമ്മയ്ക്കും കൃത്യമായ ഒരു അജണ്ടയുണ്ട്. അതിന്റെ പേരിലാവും അവര് തമ്മിലുള്ള ഈ കോൺഫ്ലിക്റ്റ്. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് നിന്റെ പേരിൽ അവർ തമ്മിലുണ്ടെന്ന് തോന്നില്ല. പക്ഷെ അങ്കിളുടെ കാര്യോർത്ത് ആന്റിക്കൊരു ടെൻഷൻ ഉണ്ടെന്നുള്ള നേരം. നീ വന്നതിന് ശേഷം അങ്കിളുടെ ഭാഗത്തുനിന്ന് അങ്ങനൊരു പ്രൊവോക്കേഷൻ ഒന്നുമില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞ തന്നെ അപ്പോ കാരണം. രണ്ടുപേരും അവരവരുടെ വാശിയിൽ ഉറച്ചു നിൽക്കുന്നു. അങ്കിളുടെ സഹായം ഇല്ലാതെ ജീവിക്കുമെന്ന ആന്റിയും അങ്കിളിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് അങ്കിളിനും. അതാ അവര് തമ്മിലുള്ള ബേസിക് ഇഷ്യൂ എന്നാ എനിക്ക് തോന്നുന്നത്. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഇനി ഇതിന്റെ പേര് പറഞ്ഞ അവിടെ പ്രശ്നം ഉണ്ടാക്കാനാണോ? ഞാനൊരു പ്രശ്നത്തിനും പോകുന്നില്ല. രണ്ടുപേരും എന്റെ മുമ്പിൽ ഈ നാടകം കളി തുടരുമല്ലോ. അപ്പോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അതെന്താന്നാ ഞാൻ ചോദിച്ചേ. അത് നീ ഇപ്പൊ അറിയണ്ട. നോക്കട്ടെ, രണ്ടുപേരെയും പഴയ ഗീതയും വീപ്പി ആക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എങ്കിൽ ദാ ആ അറ്റംപ്റ്റിന് എന്റെ വക 100-ൽ 101% സപ്പോർട്ട് പോരെ? നീ വാ. വിപിയേട്ടനോടുള്ള ദേഷ്യം തീർക്കാനാവും പാർലർ തുടങ്ങുന്നില്ലെന്നുള്ള തീരുമാനം ഗീതേച്ചി എടുത്തത്. എല്ലാം ഒരുവിധം ഒന്ന് ശരിയായി വന്നതായിരുന്നു. എന്തു പറയാനാ. ആന്റി എന്തിനാ വി പി അങ്കിളിനോട് പിണങ്ങുന്നത്? പാർലർ തുടങ്ങുന്നതിൽ അങ്കിൾ എതിരൊന്നും പറഞ്ഞില്ലല്ലോ. എതിർപ്പ് പറയാത്തോണ്ട് കാര്യമില്ലല്ലോ. നമ്മളെ ഇൻസൾട്ട് ചെയ്ത്. അമ്മ എന്താ പറഞ്ഞു വന്നത്? നമ്മളെ ഇൻസൾട്ട് ചെയ്തെന്നു? ആര്? ഏയ് ഒന്നുമില്ല. അതൊക്കെ ഇനി പറഞ്ഞിട്ടെന്തിനാ? എന്താ അച്ഛാ, എന്താ ഉണ്ടായത്? മാളു, ഗീത അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ പിന്നിൽ നീ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. നിന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ നിന്നോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നമ്മൾ ഗീതേച്ചിക്ക് കാശ് കൊടുത്ത് സഹായിച്ച കാര്യം അമ്മ വിപിയേട്ടനെ കണ്ടപ്പോ പറഞ്ഞിരുന്നു. അത് വിപിയേട്ടന് ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു. പിറ്റേന്ന് തന്നെ 5 ലക്ഷം രൂപയുടെ ചെക്ക് അച്ഛനും മടക്കി കൊടുത്തു. ഗീതേച്ചി വിളിച്ചപ്പോ എനിക്ക് ഈ കാര്യം ചേച്ചിയോട് പറയേണ്ടി വന്നു. ഓ, അപ്പൊ അതാണല്ലേ കാര്യം. ഗീതാന്റെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത് ഇതുകൊണ്ട് തന്നെയാവും. എന്നാലും നിങ്ങൾക്കിത് എന്നോട് പറയാറുന്നില്ലേ? നിന്നോട് പറഞ്ഞിട്ട് എന്തുണ്ടാവാനാ? വിപിയുടെയും ഗീതയുടെയും സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. വാശിയുടെ കാര്യത്തിൽ രണ്ടുപേരും ഒട്ടും പിന്നോട്ടല്ലെന്ന്. ഗീത പാർലർ തുടങ്ങില്ലെന്ന് അറിഞ്ഞപ്പോഴേ കാരണം ഇത് തന്നെയാവുമെന്ന് ഞങ്ങൾ ഊഹിച്ചു. ഇക്കാര്യം നീ ഇനി അപ്പുവിനോട് പറയാനൊന്നും നിൽക്കണ്ട കേട്ടോ. അപ്പു ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ നമ്മളാ അതിന് കാരണക്കാരെന്ന് വിപിയേട്ടൻ വിചാരിക്കും. സത്യം പറഞ്ഞ ഗീതയുടെ കാര്യം ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. വിപിക്കും അപ്പുവിനും ഇടയിൽ എന്തുമാത്രം സഫർ ചെയ്തതാ. എന്നിട്ട് വിപി തന്നെ ഗീതയോട് ഇങ്ങനെയൊക്കെ ചെയ്യണം. കഷ്ടം. ഗീതാന്റെ മറ്റാരുടെയെങ്കിലും പാർലറിൽ സ്റ്റാഫായിട്ട് പോകാനാ തീരുമാനം എന്നാ അപ്പു പറഞ്ഞത്. അതൊക്കെ ശരിയാവൂ? സ്റ്റാഫായിട്ടൊക്കെ പോവാന്ന് പറഞ്ഞാ അതും ഗീതേച്ചിയെ പോലൊരാള്. വിപിയേട്ടൻ അതിനൊക്കെ സമ്മതിക്കൂ? ഇനിയിപ്പോ വിപിയുടെ സമ്മതം കാത്ത് ഗീത നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാന്യമായിട്ടൊരു സ്ഥാപനം തുടങ്ങാനുള്ള വഴിയല്ലേ ദുരഭിമാനം മൂത്ത് അയാൾ ഇല്ലാതാക്കിയത്. അതിനുള്ള പക വീട്ടാൻ ചിലപ്പോ ഗീത ഇത് ചെയ്തെന്ന് വരും. ഇല്ല അച്ഛാ, ഗീതാന്റി അങ്ങനെ പോയി വർക്ക് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പൂനും അതൊട്ടും താല്പര്യമുള്ള കാര്യമല്ല. ഇന്നതെന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. ആന്റി തീരുമാനം മാറ്റിയതിന് പിന്നിൽ ഇങ്ങനൊരു റീസൺ ഉണ്ടെന്ന് അറിഞ്ഞാൽ അപ്പോ അത് ഇഷ്യൂ ആക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നീയായിട്ട് ഇതൊന്നും അപ്പൂനെ അറിയിക്കാൻ പോകണ്ടെന്ന്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു. എന്നിട്ടും അത് നടക്കാതെ പോയെങ്കിൽ അത് വിധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ കരുതിയാൽ മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. പണിക്കാർ പോകുന്നതിന് മുമ്പേ സൈറ്റിൽ എത്തണം. പിന്നെ വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് നീ മെസ്സേജ് ചെയ്താൽ മതി. ശരി. നീ എന്താ ഈ ആലോചിക്കുന്നത്? ഈ വിഷയം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ആലോചിക്കായിരുന്നു. ഞാൻ ആന്റിയോട് ഇക്കാര്യം സംസാരിച്ചാലോ? നീ എന്ത് സംസാരിക്കാനാ മാളു? അല്ലെങ്കിലും മുരളിയേട്ടൻ പറഞ്ഞതുപോലെ
നമ്മൾ അധികം ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നതാ നല്ലത് മോളെ. അങ്ങനെയല്ല അമ്മേ. അങ്കിളും ആന്റിയും തമ്മിലുള്ള ഈ ക്ലാഷ് ഇങ്ങനെ നീണ്ടുപോയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അപ്പൂനെ ആയിരിക്കും. അതിനുള്ള അവസരം ഉണ്ടായിക്കൂടാ. കാരണം ഇനി ഒരിക്കൽ കൂടി അപ്പു അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നീട് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. ഇപ്പൊ തന്നെ അപ്പു എന്തൊക്കെയോ തീരുമാനിച്ച് ഉറച്ച മട്ടില്ല.